ഹലോ ഗായ്സ്, ഞാനിന്നൊരു നാടൻ ബീഫ് കറി വയ്ക്കാൻ പോകണം കേട്ടോ. നാടൻ ബീഫാണ്, കുക്കറിലാണ് വയ്ക്കാൻ പോകുന്നത്. ഞാൻ വെക്കുന്നത് വേറെ ഒരു ഇതിലാണ്. ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റിപ്പിടിച്ച് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ. മസാലകളൊക്കെ കുറവാക്കിയിട്ട് അപ്പം കറി വയ്ക്കാം. ഒരു കിലോ ബീഫാണ്. അതിലേക്ക് ഞാൻ ഒരു സബോള, 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി ഉണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും ഇതിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് പൊടിയുപ്പ്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി കുറച്ച് സമയം വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 വിസിലിന് എടുക്കാം. അപ്പോഴേക്കും വേകും. ഒരുപാട് മൂത്തൊന്നുമല്ല, ബീഫ് ഒരു പാകത്തിനുള്ള മൂപ്പേ ഉള്ളൂ. അതുകൊണ്ട് 5 വിസിൽ മതി. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇന്നൊരു 5 വിസിൽ വരട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. മല്ലിയിട്ട് കൊടുക്കാം. നാല് വറമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക്, പെരുംജീരകം, പട്ട, അയ്യോസിലും വന്ന ഏലക്കായ് ഒന്നും കേൾക്കുന്നില്ല, ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കരിയാതെ വറുത്തെടുക്കാം. ഇതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആറിയ ശേഷം പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ആറിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഗോൾഡ് വിന്നറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വതങ്ങി വരട്ടെ. തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. പിന്നെ പൊടിച്ച് വെച്ച പൊടി അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് വതങ്ങി കിട്ടട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ അതുപോലെ കുക്കറിൽ ബീഫ് വേകാൻ വെക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ കുക്കറിൽ പോയി അടങ്ങി എന്തെങ്കിലും ചെയ്താലേ പണി കിട്ടും. അതുകൊണ്ട് അപ്പം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂണ് ബീഫിൻ്റെ പൊടി, മസാലപ്പൊടി. നല്ലപോലെ ഒന്ന് സെറ്റാകും.
ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മൊത്തം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കൊട്ടണതൊന്നും ഇതിലൊഴിക്കണമൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. മക്കൾ നോമ്പ് തുറക്കണ തിരക്കിലാണ്. അതുകൊണ്ട് ഇതിലൊഴിക്കണമൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇനി നല്ലപോലെ ഒന്ന് സെറ്റായ ശേഷം സ്ലിമ്മിലൊന്ന് വെച്ച് കൊടുക്കാം. ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് വറ്റണവരെ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇതിൽ കിടന്ന് വെന്ത ശേഷം ബാക്കി കാണിക്കാം. അപ്പോൾ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കാണ് കേട്ടോ അത് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ പത്തിരി കഴിച്ചാലോ? നോമ്പ് തുറന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുണ്ട് പത്തിരിക്ക് ബീഫ് കറി. ഒന്നും പറയാനില്ല, സൂപ്പർ അടിപൊളി.